എല്ലാവർക്കും നമസ്കാരം. നയന ക്രിയേഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അതിനുവേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, പകുതി സവാള, കുറച്ച് കറിവേപ്പില. 1/4 കിലോ വെണ്ടയ്ക്ക അരമണിക്കൂർ നേരം ഉപ്പുവെള്ളത്തിലിട്ട് വയ്ക്കാം. നന്നായി കഴുകിയ ശേഷം ചെറുതായി അരിഞ്ഞു വയ്ക്കാം. ചീനച്ചട്ടി ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് സവാള ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടി ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് മൂപ്പിച്ചെടുക്കാം. സവാള മൂത്ത് വരുമ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മൂപ്പിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. വെണ്ടയ്ക്ക ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. കോരി നോക്കുമ്പോൾ ഇപ്പോൾ വഴുവഴുപ്പൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. 3 മിനിറ്റ് ഇളക്കിയ ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ശേഷം അടപ്പ് തുറന്ന് 1 ടേബിൾ സ്പൂൺ വെള്ളം തളിച്ച് നന്നായി ഇളക്കി കൊടുക്കാം. വീണ്ടും 10 മിനിറ്റ് സമയം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. വെണ്ടയ്ക്ക വെന്തിട്ടുണ്ട്. ഇത് മൊരിയാൻ വേണ്ടി വീണ്ടും കുറച്ച് സമയം വയ്ക്കാം. ഇതാ കണ്ടോ, ഇപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക ഇട്ടതിനേക്കാളും പകുതിയായി ചുരുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വെണ്ടയ്ക്ക നന്നായി മൂത്തു, എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങി. ഇതാണ് മെഴുക്കുവരട്ടിയുടെ പാകം. ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരണം. അതുവരെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ടിരിക്കണം. നല്ല സ്വാദുള്ള മെഴുക്കുവരട്ടി റെഡിയായിട്ടുണ്ട്.